ഹായ് നമസ്കാരം. നുറുങ്ങ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചെമ്പല്ലി റവ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്. നിങ്ങളുടെ സപ്പോർട്ടും പ്രോത്സാഹനവും ഞങ്ങൾക്ക് വേണം. ചെമ്പല്ലി നമുക്ക് മുള്ളും തൊലിയൊക്കെ പൊളിച്ചെടുക്കാം. മുള്ള് വെട്ടി തൊലിയൊക്കെ പൊളിച്ച് നമുക്ക് വൃത്തിയായിട്ടെടുക്കാം. നമുക്ക് ആദ്യം മുള്ള് വെട്ടിയെടുക്കാം. മുള്ളൊക്കെ വെട്ടിയെടുത്ത് ഇനി നമുക്ക് ഇതിൻ്റെ തൊലി ഒന്ന് പൊളിച്ചെടുക്കാം. തൊലി ഒളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകി വൃത്തിയായിട്ടെടുക്കാം. കഴുകിയെടുക്കാം. വെട്ടി കഴുകിയെടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ പൊളിച്ച് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ മസാല ചേർത്ത് പിടിപ്പിക്കാം. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം. 1.5 സ്പൂൺ മുളക് പൊടി, 1 ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഉപ്പ് പാകത്തിന്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചത് ഇട്ട് കൊടുക്കാം. ഒരു ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. മസാല ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ശകലം വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മസാല മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. മീനിലെ അരപ്പൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റവയിൽ മുക്കി ഇത് വറുത്തെടുക്കാം. ഞങ്ങൾ അടപ്പ് ശരിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ കത്തിക്കാം. ഒരു പാക്കറ്റ് റവ എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് റവ ഒന്ന് മിക്സ് ചെയ്യാം. പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് മീൻ റവയിൽ മുക്കി വയ്ക്കാം.
രണ്ടാമത് നമുക്കത് ഒന്ന് മുക്കി വയ്ക്കാം. നമുക്കിനി മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ റവ ഫ്രൈ ശരിയായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഇറക്കി വയ്ക്കാം. നമ്മുടെ ചെമ്പല്ലി റവ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി.